മിനിറ്റ്. ചൂണ്ടുവരൽ കൈ താങ്ങി തട്ടിയറി. അത്രോ. എന്നാലും എന്റെ കോളേജിൽ ഇതൊന്നുമില്ലല്ലോടാ. ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട്. ദാണ്ട് ഇവിടെ ഒരുത്തൊരു പ്രേമുണ്ട്. നീ അങ്ങനെ ഒരു സംസാരം? അല്ല, നിനക്ക് ഇഷ്ടമാണെന്നുള്ള കാര്യം അവക്കറിയോ? അതില്ല. പക്ഷെ എടുത്തടിച്ചോലെ പറഞ്ഞിട്ട് അവളെങ്ങനെ നോ പറഞ്ഞ എനിക്ക് സങ്കടമാവൂളിയാ. അതല്ലേ ഞാൻ പറയാത്തത്. അതാണ് ഇവൻ പറഞ്ഞത്. നിനക്ക് ധൈര്യമില്ലെന്ന് മനസ്സിലായ? നീ ഉള്ള കാലം മുഴുവൻ അവളെ ഡെലിവറി ബോയായിരിക്കും നടക്കാം. നീ കൂടുതൽ ചിരിക്കൊന്നും വേണ്ട. ചായ കുടിച്ചു മിക്കറ ഒരു ഷുഗർ ഒന്ന് ചാർത്ത് ഉറക്കൊഴിഞ്ഞ് വണ്ടി ഓടിച്ചേ കണ്ണു മുഖമൊക്കെ എനിക്ക് നോക്കി. മുഖം ഏത് മൂലം എന്നറിയാൻ പറ്റാത്ത നിന്റെ മൂലം അങ്ങ്. എന്നാലും എന്റെ കോളേജിൽ ഇതൊന്നുമില്ലല്ലോടാ. നിന്റെ കോളേജിൽ നീ ഇത് വെട്ടിയെടുത്തോണ്ട് പോയി പോ. എടാ നാളെ തന്നെ റീത്തോട് പറഞ്ഞു അവളെ കൊണ്ട് യേസു പറയിപ്പിക്കും. നീയും പറയും മായോട് നിന്റെ ഷുഗറിന്റെ കാര്യം. ഞാൻ പറയുമെങ്കിൽ നീ പറയുള്ളയാ, നീ കൊടളിയാ. എന്റെ അവിടെ ഇതൊന്നുമില്ലടാ. നാളെ തന്നെ. എന്തോ ഭീകരമായിട്ട് കാര്യം പറയാനാണെന്ന് പറഞ്ഞിട്ട് പറയാം. എന്നാ എനിക്ക് കോളേജിൽ വെച്ച് പറയാൻ പറ്റില്ലേ? നമ്മള് ഡെയിലി ഇവിടെ വെച്ചാണല്ലോ കാണുന്നത്. അപ്പൊ പക്ഷെ രാത്രി പോലല്ല, പകലെന്താ ഇവിടുത്തെ ആള്? നമുക്ക് അങ്ങോട്ട് മാറി, ഇവിടെ ഭയങ്കര ആള്. നീ കാര്യം പറ. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഭയങ്കര സുന്ദരമായ അപകടമാണെന്ന് തോന്നുന്നു. അയ്യോ, ഞാനൊരു ദിവസം മെഡിക്കൽ കോളേജിൽ പോയി കേട്ടോ. ഇതുപോലെ വന്നിറങ്ങി കൊറേ വണ്ടികൾ. ഇത് കണ്ട് ഞാൻ അബോധാവസ്ഥയിലായെന്ന് പറഞ്ഞാൽ മതിയല്ലോ. നമ്മള് പിടിച്ച് നീ വിചാരിച്ച പോലെയല്ല കാര്യങ്ങൾ. എനിക്ക് നിന്നോട് ഇഷ്ടമുണ്ടായ പോലും നടക്കില്ല. നിന്റെയും നിന്റെ കൂട്ടുകെട്ടും കണ്ടാലറിയാം നിന്റെ കാരിയറിന്റെ പോക്ക് എങ്ങോട്ടേക്കാണെന്ന്. കാരിയർ അല്ല കരിയർ. എന്തിനാട്ടെ, നീ ആദ്യം മര്യാദക്ക് പഠിച്ച് സെറ്റാകാൻ നോക്ക്, എന്നിട്ട് നോക്കാൻ നമുക്ക്. രാജോ, അവക്ക് ഇഷ്ടമില്ലെങ്കിൽ ഇഷ്ടമല്ലെന്ന് പറയണം. അല്ല നമ്മളെ പറ്റി പറയേണ്ട കാര്യമില്ല. ഇപ്പോഴേ ഇങ്ങനെ ഇവര് തമ്മിൽ സെറ്റ് ആയിരുന്നെങ്കിൽ എന്റെ പേര് തന്നെ വിട്ടിട്ട് വന്നാൽ. അതിന് ഇവര് തമ്മിൽ ലവ് അല്ലല്ലോ. അവക്ക് വേണ്ടി കുടിച്ച മഴ ഞാൻ ചായയും വേസ്റ്റ്, നീയും വേസ്റ്റ്. ഞാൻ ഭയങ്കര മനസ്സങ്കടത്തിരിക്കണം, ഭയങ്കര മനസ്സങ്കടത്തിരിക്കണം. എടാ നിനക്ക് സങ്കടപ്പെടാൻ ഒരു കാരണമെങ്കിലും ഉണ്ട്. എനിക്കാണെങ്കിൽ ഇതുവരെ പറയാൻ പോലും പറ്റിയിട്ടില്ല. എനിക്കാണെങ്കിൽ നല്ല വിഷമമുണ്ട്. യുവമാരെ പോക്കേണ്ടതൊന്നും യുവമാരെ കിട്ടാൻ മൂസ നല്ല രസമാട്ടോ ഇത്. ഞാനിവിടെ എല്ലാരും കമ്പൈൻ സ്റ്റഡിയില്ല. എന്തോന്ന് കൊണ്ടുവരുമെന്നൊക്കെ ഞാൻ കൊണ്ടുവരുന്നൊക്കെ പറഞ്ഞ അങ്ങോട്ട് കൊണ്ടുവന്ന് പറഞ്ഞാ പോരെ. ഒരു പട്ടി ഓക്കെ ഞാൻ കൊണ്ടുവരാം. എനിക്കറിയോ, എന്റെ അടുത്ത് ഇപ്പോഴല്ലേ പറഞ്ഞേ. ഒരു കാര്യം ചെയ്യാം, നമുക്ക് എല്ലാവർക്കും കൂടെ അവിടെ പോയി അവനെ കണ്ട് നീ അവനുമായിട്ട് മനസ്സോട് സംസാരിച്ച ശേഷം റീത്തയായിട്ട് മനസ്സോട് സംസാരിച്ച് എല്ലാ കാര്യങ്ങളും സെറ്റിൽ ആക്കിട്ട് ചേരാം. എനിക്ക് മായ ആദ്യം കാണണം. അതെ മായടുത്തൊക്കെ അതെ ഇപ്പൊ ഈ കോലത്തിൽ ഇപ്പൊ നമുക്ക് മായ പോയി കണ്ട് സംസാരിക്കണം. നാളെ സംസാരിച്ച പോരെ. ഇപ്പൊ വേണോ? അതെ നല്ല ഭാരമുണ്ട്. നിനക്ക് നല്ല മാറ്റമുണ്ട്. ആരുമില്ല പറയാൻ. എടാ പിന്നെ കൂടുതൽ പ്രശ്നം ഉണ്ടാക്കണോ? ഏതാളുടെ വീട്? റൂം ഇത് അറിഞ്ഞ ഉസ്താദിനെ കൊണ്ട് നോക്കിയായിരുന്നു. ബാബാക്ക് ഒരു ബൈക്ക് ഉണ്ടായിരുന്നേ.
ആരുമില്ലടാ. ഇത് എവന്റെ വീടായിരുന്നാ? എന്റെ പൊന്നു ബോധമില്ലാത്തവനെ ഞാൻ പോണു. എനിക്കറിയാളോ അവിടെ ചതിച്ചിയ ഹാപ്പി ആയില്ലേ അളിയാ? ഞാൻ ഹാപ്പിയാളിയാ, നിങ്ങളോട് ഞാൻ ഹാപ്പിയാ. അത്രേ ഉള്ളൂ. ഇനി ഇവനോടെ ചെന്ന് അവളോട് പറഞ്ഞ് അവളുടെ വായിക്കുന്ന ഒക്കൂടെ കേട്ട് കഴിഞ്ഞാൽ എനിക്ക് സമാധാനമായി. നിന്റെ കെട്ട വായും വെച്ച് ചുമ്മാ ഇരിക്കൂ. നീ നോക്കോ, ഇപ്രാവശ്യം ഞാൻ അവൾക്ക് പറയും. എന്നാലും ആരല്ലയാ 10 മണിക്ക് അവള് പറഞ്ഞ അവരുന്ന എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് അവളെ അന്നേരേ സംശയം ഉണ്ടായിരുന്നു. ഉമ്മ ആരിയാടാ അവളുടെ വല്ല ഫ്രണ്ടോ? ആ ഇനി മറ്റേ ലവനായിരിക്കും. ആര്? ആഷത്. അവനൊന്നും നീ അവനൊന്നും വിളിച്ചേ. ഹലോ. ഡേയ്, നിനക്ക് രാത്രി 10 മണിക്ക് എന്ത് പരിപാടി? ഫുഡ് അടിയായിരുന്നു മെയിൻ പരിപാടി, ഇത് കഴിഞ്ഞ്. അതല്ല, റീത്തയുടെ ഒരു ഫ്രണ്ട് കാണാൻ വരുന്നെന്ന്. ഒരവൻ ഇവൻ റീൽസിലൊക്കെ ഉണ്ട് കേട്ടോ. എന്താ സംഭവം എന്നറിയാൻ വേണ്ടി ചോദിച്ചെന്നേ ഉള്ളൂ. അവൻ ഇനി ഇടിച്ചു ഉറക്കം ഞാൻ. കാര്യം ചെയ്യ്, ഇടിച്ചുറക്കും. നേരെ ആ ജംഗ്ഷനിലോട്ട് വാ. ഇന്ന് നമുക്ക് അവനെ തിരുവി എടുക്കാം. ഞാൻ താത്തി. നീ വാ. വേഗം ഞാൻ അങ്ങോട്ടുമില്ല, ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. നേരം വെളുത്തറ എത്ര മണിയായി? ഇനി വരാനുള്ള സമയം. എന്തിനുണ്ടാക്കാൻ ആയിരിക്കണ കണ്ണാടി വെച്ച് തിണ്ടി തന്നെയായിരിക്കും. വിഷ്ണു, റീത്തയ്ക്ക് ഒരുപാട് ബുക്ക് കൊടുക്കാറുണ്ടല്ലേ? ഇടയ്ക്കൊക്കെ നിന്റെ അച്ഛൻ്റെ ലൈബ്രറി റീത്തയുടെ ഫ്രണ്ട്സ് ആണ്. ഇതാ ജോ. തണുപ്പ് തുടങ്ങിയിട്ട് അതുകൊണ്ട് ഒരു ജോബ്. ഞാൻ മൂസ. ഓ ബ്രോയുടെ പേരെന്താ? ഫ്രെഡി. ഷഡി. അല്ല ഫ്രെഡി. FREDDY. നല്ല തൊരിഞ്ഞ പേര്. റീത്തേട്ടെന്താ? റീത്തേന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. അടുത്ത ഫ്രണ്ട് എന്ന് പറയുമ്പോൾ എന്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. റീത്തെ പോലെ ഒരു പെൺകുട്ടി എന്റെ ജീവിതത്തിൽ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. എന്റെ കണ്ണിൽ ഇത്രയും വലിയ കണ്ണാടി ഉണ്ടായിട്ട് നീ കണ്ടിട്ടില്ലടാ. ബുക്കാടാ. ബുക്ക് തരാം. എന്നാ പിടി. കാശ് ഇവൻ നന്നായിട്ട് വായിക്കും. എന്താ ബേസിലിന്റെ എൻട്രി നല്ല രസമാണ്. ഇതേതിറക്കാൻ കയ്യെടുക്ക പോലീസുകാരുടെ പോലീസുകാരുടെ നിങ്ങളില്ലേ? ഇതൊന്നും അറിയാതെ ഇവന്മാര് വരും കേട്ടോ. നീ കൈ എടുക്കടാ. നീ ആദ്യം കൈവിടറാ. നീ ഏതാ? നീ നിൽക്കുന്ന ഈ സ്ഥലവും ആ പുള്ളരും അവരെ കയ്യിരിക്കുന്ന സാധനങ്ങളും ഈ ബസ് സ്റ്റാൻഡും എന്തിന് എന്താ നിക്കറ എന്റെ അണ്ടറല്ല. ആണല്ലേ? അതെല്ലോ.